നോക്കൂ, ഒരാൾ ഒരു നാട്ടിൽ നിന്ന് നോമ്പെടുത്ത് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോയി. അയാൾ നോമ്പെടുത്ത നാട്ടിലെ പോലെയല്ല എത്തിയ നാട്. അവിടെ ഒരു ദിവസം വൈകിട്ടോ അല്ലെങ്കിൽ നേരത്തെയോ ആണ് നോമ്പ് ആരംഭിച്ചത്. എന്തു ചെയ്യണം? ഒരാൾ നേരത്തെ നോമ്പ് തുടങ്ങിയ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യും. പ്രവാസികൾക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ്. നേരത്തെ നോമ്പ് തുടങ്ങിയ നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് എത്തിയാൽ ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ടാകും നോമ്പ് ആരംഭിച്ചിട്ടുണ്ടാവുക. എന്താണ് ചെയ്യേണ്ടത്? ഒരു പക്ഷേ നേരത്തെ നോമ്പ് തുടങ്ങി അദ്ദേഹത്തിന്റെ നോമ്പ് 31-ാമത്തെ ദിവസമായി പോകും. ഇവിടെയുള്ളവരുടെ കൂടെ ഇവർക്ക് 30 ദിവസമാകുമ്പോൾ നോമ്പെടുത്താൽ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അസ്സൗമു യൗമ യസ്സുമുൻ നാസ് വൽ ഫിത്റു യൗമ യുഫ്തിറുൻ നാസ്, ജനങ്ങൾ നോമ്പെടുക്കുന്ന ദിവസമാണ് നോമ്പ്, ജനങ്ങൾ പെരുന്നാളാക്കുന്ന ദിവസമാണ് പെരുന്നാൾ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അയാൾ ഏത് നാട്ടിലാണോ എത്തിപ്പെട്ടത് അവരുടെ കൂടെ നോമ്പെടുക്കണം. 31 ആയാലും എന്ത് ചെയ്യുക? അവരുടെ കൂടെ നോമ്പെടുക്കുക. എന്നിട്ട് അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുക. ഇനി തിരിച്ചു സംഭവിച്ചു, ഒരാൾ വൈകി നോമ്പ് തുടങ്ങിയ നാട്ടിൽ നിന്ന് നേരത്തെ നോമ്പ് തുടങ്ങിയ നാട്ടിലെത്തി. 28 നോമ്പാണ് ആൾക്ക് കിട്ടിയത്, പിറ്റേന്ന് പെരുന്നാളാണ്. എന്താണ് ചെയ്യേണ്ടത്? അസ്സൗമു യൗമ യസ്സുമുൻ നാസ് വൽ ഫിത്റു യൗമ യുഫ്തിറുൻ നാസ്, ജനങ്ങൾ നോമ്പെടുത്ത ദിവസമാണ് നോമ്പ്, ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് പെരുന്നാൾ. ആളെന്ത് ചെയ്യുക? 28 ദിവസം മാത്രം നോമ്പെടുത്ത് പിറ്റേന്ന് ജനങ്ങളുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുക. പിന്നീട് നോമ്പെടുത്ത് വീട്ടുക, പിന്നീട് നോമ്പ് എടുത്ത് വീട്ടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നീട് എത്രയാണ് നോമ്പെടുത്ത് വീട്ടേണ്ടത്? 2 നാട്ടിലും, അയാൾ വന്ന നാട്ടിലും എത്തിയ നാട്ടിലും 30 എങ്കിൽ ആൾ 30 നോമ്പെടുക്കണം. വന്ന നാട്ടിലും 30, അല്ലെങ്കിൽ എത്തിയ നാട്ടിലും, വന്ന നാട്ടിലും 30, എത്തിയ നാട്ടിലും 30, 2 നാട്ടിലും 30 എങ്കിൽ എന്ത് ചെയ്യണം? 30 നോമ്പ് പൂർത്തിയാക്കണം. ഏതെങ്കിലും ഒരു നാട്ടിൽ 29 29 മതി. ഏതെങ്കിലും ഒരു നാട്ടിൽ 29 എങ്കിൽ 29 മതി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആധുനിക പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഇബ്നു ബാസ്, അതുപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാം ഈ അഭിപ്രായം ശരിവെച്ചത് കാണാം. ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം ശരിവെച്ചത് കാണാം. അല്ലാഹു തആല ആലം.